ഇതൊരു 10 ഏക്കറ, കുറച്ച് കാര്യസ്ഥലം ബാക്കി റബ്ബറാണ്. 10 ഏക്കർ കേട്ടോ. വണ്ടി സൗകര്യമുണ്ട് ഒരുപാട്. അങ്ങോട്ട് ഈ റോഡ് മേലെ വരെ കിടക്കുകയാണ്. പിന്നെ ഇതവരെ ഇങ്ങനെ കാലി സ്ഥലം. ഇതിൻ്റെ ഈ ഭാഗത്ത് റബ്ബർ ഉണ്ടായിരുന്നത് വെട്ടിപ്പോയതാണ്. അത് കാരണം ഇവിടെ കാലിയായിട്ട് കിടക്കണം. ഈ താഴത്തേക്ക് ഇറങ്ങിയ റബ്ബറാണിത്. അതിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി നിൽക്കുന്നത് ഇതിൻ്റെ എൻഡാണ്. ഈ വീടിൻ്റെ കമ്പി വയൽ വേണ്ടോ. ഈ വണ്ടി നമ്മളെ വളപ്പിലാണ് നിൽക്കുന്നത്. ഇത് റോഡിൽ നിന്ന് എത്ര ഉണ്ടാവും? ഒരു 300 മീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ റബ്ബർ വെട്ടിപ്പോയ ഏരിയയാണ്. റബ്ബറുള്ള ഏരിയയിലേക്ക് പോയേക്കാം. ബോറലുണ്ട് അല്ലേ? വെള്ളം ഉണ്ടോ അതില്? അതെ. ആ വീട്ടിലൊക്കെ ഓപ്പൺ കിണറടാ. പൈപ്പ് കണക്ഷൻ ആണ് അല്ലേ? ഇതില് കിണറുണ്ട് അല്ലേ ആ വീട്ടില് അല്ലേ? ഇതൊക്കെ റബ്ബറായിരുന്നു. റബ്ബർ മുറിച്ചു പോയതാക്ക. ഫുള്ള് മണ്ണാണ് കേട്ടോ. പാറൊന്നുമില്ല. നല്ല ഷീറ്റ് അടിക്കണ ഒരു ഷെഡ് ഉണ്ട്. ഒരു കണ്ടോ? മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്ലാവ്, മൂച്ചി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതില്. എന്ത് സംഭവം ചെയ്യാം. ഈ ഭാഗം റബ്ബറൊക്കെ മുറിഞ്ഞു പോയതാണ്. ഇതാണ്ട ഇത് ഇനി ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നതും ഷോർട്ടർ അടിക്കണമൊക്കെ ഉള്ള റബ്ബർ. ഇതൊക്കെ ഇതിൽ പെട്ടാണ്. 10 ചില്ലറ ഉണ്ടാവും. ഇതേപോലെ തോട്ടമായിരുന്നു മേലെ ഉണ്ടാകുന്നത്. അത് റബ്ബർ വെട്ടിയപ്പോൾ അങ്ങനെ കാലിയായിട്ട് കിടക്കണമെന്ന് മാത്രം. അത് നല്ല തോട്ടാണ്. പക്ഷെ ഷോർട്ടർ ആയത് കുറച്ചുണ്ട്. ചെറുതും ഉണ്ട് അല്ലേ? മുകളിലേക്ക് ചെറുതാത്രം. വെള്ളം കിട്ടുന്ന ഏരിയ കൊണ്ടേ എന്തും ചെയ്യാലേ. അതെന്താ പ്ലാവ? അടിപൊളി ചക്കയൊക്കെ ഉണ്ടല്ലോ ഏ. ഇതാണ് തോട്ടം. നമുക്ക് ഒരു ദിവസം ഇതിന്റെ ഉടമസ്ഥനെ കൂട്ടി നമ്മളെ 10 ഏക്കറിൽ നിന്ന് കയറിപ്പോരാണ് കേട്ടോ. ഇതാ മെയിൻ റോഡിലെത്തി. ബസ് റൂട്ടാണിത്. കയറി വന്നൊരു 300 മീറ്റർ, ഇതല്ല 200 മീറ്റർ, ഇത്രയേ ഉള്ളൂ.